ഇനി നമ്മൾ സംസാരിക്കുന്നത് ചികിത്സാ രീതികളാണ്. അതിനു മുൻപ് ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതിന് ലക്ഷണങ്ങളെ പറ്റിയാണ്, ബ്രസ്റ്റിലുണ്ടാകുന്ന ചെറിയ തരത്തിലുള്ള മുഴകൾ അങ്ങനെയൊക്കെ. അതല്ലാതെ മറ്റെന്തൊക്കെ ലക്ഷണങ്ങളാണ് നമുക്ക്? ലക്ഷണങ്ങളെ പറ്റി മുഴുവൻ പറഞ്ഞില്ല. ഓഫ് കോഴ്സ് ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റിൽ ഉണ്ടാവുന്ന മുഴകൾ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ലക്ഷണം. ബ്രസ്റ്റിൽ ഒരുപാട് മുഴകളുണ്ടാവാം. ബ്രസ്റ്റിൽ കാണുന്ന എല്ലാ മുഴകളും ക്യാൻസർ അല്ല. ഒരു 100 സ്ത്രീകളുടെ ബ്രസ്റ്റ് പരിശോധിച്ചതിൽ 100 പേർക്ക് ഒരു മുഴ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു 4-5 പേർക്ക് ചിലപ്പോൾ ക്യാൻസറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കാം. പക്ഷേ എങ്കിലും പിന്നെ ബ്രസ്റ്റിലെ ക്യാൻസർ ബ്രസ്റ്റിലെ മുഴകളായിട്ട് തന്നെയാണ് സാധാരണ തുടങ്ങാറ്. പിന്നെ പലപ്പോഴും വേദനയില്ലാത്ത മുഴ എന്നൊക്കെ പറയും. പക്ഷേ ചിലപ്പോൾ അതിൽ വേദന ഉണ്ടായെന്ന് വരാം ചില കേസുകളിൽ. എന്തായാലും ബ്രസ്റ്റിലെ മുഴകളാണ്. പിന്നെ അതുപോലെ തന്നെ കക്ഷത്തുള്ള മുഴകൾ, ബ്രസ്റ്റിൽ മുഴ ഉണ്ടായി, അതായത് ക്യാൻസർ ഉണ്ടായിട്ട് കക്ഷത്തിലെ ലിംഫ് ഗ്രന്ഥികളിലേക്ക് അത് വ്യാപിക്കുന്നതാണ്. ചിലപ്പോൾ ബ്രസ്റ്റിൽ നമുക്കൊന്നും കിട്ടിയെന്ന് വരില്ല, കക്ഷത്ത് മാത്രം മുഴ തോന്നും. പിന്നീട് പരിശോധനകളിലെ ബ്രസ്റ്റിനകത്ത് മുഴയുള്ളത് അറിയാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ മുലക്കണ്ണ് ഉള്ളിലോട്ട് വലിയുക, അതായത് ഒരു പ്രത്യേകിച്ചൊരു ചിലർക്ക് ആദ്യം മുതലേ മുലക്കണ്ണ് ഉള്ളിലോട്ട് വലിഞ്ഞ് തന്നെ ഇരിക്കും, പ്രസവ സമയത്തും ഒക്കെ അങ്ങനെ ആയിരിക്കും. അതല്ലാതെ ആ സമയത്തൊന്നും പ്രശ്നമില്ല. അത് കഴിഞ്ഞൊരു കുറച്ച് 10-50 വയസ്സൊക്കെ കഴിഞ്ഞ് 10-60 വയസ്സൊക്കെ ആകുമ്പോൾ ഒരു വശത്തെ മുലക്കണ്ണ് ഉള്ളിലോട്ട് വലിയുക, അങ്ങനെ വലിയുന്നുണ്ട്, അത് വലിഞ്ഞുകൊണ്ടിരിക്കുന്നു എങ്കിൽ അത് പരിശോധിക്കണം. പിന്നെ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്തെ ബ്രസ്റ്റിൽ നിന്നും പിന്നെ പാല് വരുന്നത്, വെള്ള നിറത്തിലുള്ള ദ്രാവകം വരുന്നത് പലപ്പോഴും ചെറുപ്പക്കാരിലും വയസ്സായവരിലൊക്കെ ഉണ്ടാവാറുണ്ട്. വെള്ളം പോലുള്ള ദ്രാവകം വരുന്നത് ഉണ്ടാവാറുണ്ട്, കണ്ണീര് പോലുള്ളത് വരുന്നുണ്ടാവാറുണ്ട്. പക്ഷേ ചുമന്ന നിറത്തിലോ ചുമപ്പ് കലർന്ന നിറത്തിലോ ഉള്ള സ്രവം മാറിൽ നിന്നും മുലക്കണ്ണിൽ നിന്നും വരികയാണെങ്കിൽ അത് പരിശോധിക്കേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ സ്തനത്തിൻ്റെ തൊലി, ഏതെങ്കിലും ഭാഗത്ത് ഒരു തൊലി അകത്തെന്തെങ്കിലും ഒരു വേദനയോ ഇതൊക്കെ ആയിട്ട് അത് ചുമപ്പ് നിറം വരികയാണെങ്കിൽ അതും ക്യാൻസർ ആണോ എന്ന് പരിശോധിക്കേണ്ടതാണ്. സാധാരണയായിട്ട് ഇതൊക്കെയാണ് മാറിലെ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ.